എല്ലാരും വെക്കേഷനിലാന്ന് തോന്നുന്നു. രണ്ട് പേരിൽ ആരെങ്കിലും പ്രേയറിന് റെഡിയാണോ? നീവൺ Ma'am, dear God, thank you for all your blessings to me and my family, for the strength you've given me each day, and for all the people around me who make life more meaningful. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് തന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണം. ഞാൻ ക്ലാസ്സിൽ ചിലത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പക്ഷെ കുറെ വന്നു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ? മാം എല്ലാം നോക്കി വരുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. ഓക്കെ, ഫൈൻ. എനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 3 ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. അതിൽ നമുക്ക് ഫുഡ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്. അതിൽ വൈറ്റമിൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വൈറ്റമിനും എന്തെല്ലാമാണ്, അത് ഏതൊക്കെ ഫുഡ് സോഴ്സിലാണ് അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ തന്നെ കുറെ ഉണ്ട്, പക്ഷെ അത് ഇനഫ് ആയിരിക്കില്ല. നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കും ത്രൂ അവർ ഫുഡ് ഹാബിറ്റ്സ്. അപ്പൊ അത് ഏതൊക്കെയാണ്, അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടായിട്ട് വൈറ്റമിൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫാറ്റ് സോളുബിളും അതുപോലെ തന്നെ വാട്ടർ സോളുബിളും. അതിൽ ഫാറ്റ് സോളുബിൾ 4 ഉണ്ട്: വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. വാട്ടർ സോളുബിൾ 9 അത് 8 ബി കോംപ്ലക്സുകളും, അതായത് ബി വൈറ്റമിൻസ് 8. പിന്നെ വൈറ്റമിൻ സി, ബി വൈറ്റമിൻസ് B1, തയാമിൻ, B2, റൈബോഫ്ലാവിൻ, B3, നിയാസിൻ, B5, പാൻറ്റോതെനിക് ആസിഡ്, B6, പൈറിഡോക്സിൻ, B7, ബയോട്ടിൻ. ചെറിയ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. B9, ഫോളേറ്റ്, B12, കൊബാലമിൻ. ഇത് നമ്മൾക്ക് തരുന്ന ചില എന്തെങ്കിലും ഡെഫിഷ്യൻസിക്ക് ചില മെഡിസിൻസ് ഡോക്ടേഴ്സ് തരില്ലേ? അപ്പൊ ചുമ്മാ ഒന്നാ മെഡിസിന്റെ സ്ട്രിപ്പില് അതിന്റെ കണ്ടന്റ്സ് നോക്കുക. പലപ്പോഴും ഈ വൈറ്റമിനിൽ ഏതെങ്കിലും കണ്ടന്റ്സ് ഉണ്ടാവും. ഈ ഒരു കെമിക്കൽ നെയിം, ഈ ഒരു മെഡിക്കൽ നെയിം ആയിരിക്കും അതിനുണ്ടാകുക. B1 ആണെങ്കിൽ തയാമിൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടന്റ്. B3 ആണെങ്കിൽ നിയാസിൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അങ്ങനെ ഓരോന്നായിരിക്കും. B7 ആണെങ്കിൽ ബയോട്ടിൻ. അങ്ങനെ ഓരോന്നും ആ കണ്ടന്റ് ഉണ്ടായിരിക്കും. ചില അമ്മമാര് കുട്ടികൾക്ക് ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടന്റ്സ് ഒക്കെ നോക്കി അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്ന ചില അമ്മമാരുണ്ട്. നിങ്ങൾ പലരും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എനിക്ക് നല്ല ഓർമ്മയില്ല നമ്മൾ ഏത് വൈറ്റമിൻ വരെ പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. വൈറ്റമിൻ B2 വരെ പറഞ്ഞായിരുന്നു. ആണോ? വൈറ്റമിൻ B2 വരെ പറഞ്ഞു, അതായത് റൈബോഫ്ലേവിൻ ആയിരുന്നു അത്. 13 വൈറ്റമിൻസിൽ നമ്മൾ വൈറ്റമിൻ എ പറഞ്ഞു, വൈറ്റമിൻ B1 പറഞ്ഞു, വൈറ്റമിൻ B2 പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വൈറ്റമിൻ B3 ആണ്. ഇതിന്റെ കെമിക്കൽ നെയിം നിയാസിൻ, NIACIN, NIACIN, നിയാസിൻ അല്ലെങ്കിൽ നിയാസിനമൈഡ് എന്നും പറയും. അതായത് NIACIN കഴിഞ്ഞ് AMIDE, നിയാസിനമൈഡ് എന്നും കൂടെ പറയും. നിയാസിൻ ഓർ നിയാസിനമൈഡ്. അതും വാട്ടർ സോളുബിൾ ആണ്. നമ്മുടെ ബോഡിയിൽ കുറെ സെൽസ് ഉണ്ടല്ലേ, കുറെ സെൽസ് ചേർന്നതാണ് ബോഡിയുടെ ഓരോ പാർട്സും. ഈ സെൽസ് ഗ്രോ ചെയ്യാനും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും വൈറ്റമിൻ B3 ആവശ്യമാണ്. സെൽസ് ഗ്രോ ചെയ്യാനും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും വൈറ്റമിൻ B3 ആവശ്യം. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പല ഹെൽത്ത് ഇഷ്യൂസ് വരും. അത് ഡയറിയ, നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്നത്, പിന്നെ അതുപോലെ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ്, നോർമൽ ഇരിക്കുന്ന സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ്,
പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അപ്സെറ്റ്, അതായത് നമ്മുടെ ഉള്ളില് കുടലിന് ആ ഉള്ളില് വയറിന്റെ ഉള്ളിലെ അപ്സെറ്റ്, അതാണ് ലൂസ് മോഷൻ പോലെ വരാം, സ്റ്റൊമക്ക് അപ്സെറ്റ് വരാം, സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഡിസ്കളറേഷനോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരാം. ഇത് വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരാവുന്നതാണ്. അപ്പൊ ഫങ്ഷൻ നമ്മുടെ ബോഡിയുടെ സെൽസ് ഗ്രോ ചെയ്യാൻ, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് അപ്സെറ്റ്, ലൂസ് മോഷൻ, സ്കിൻ ചേഞ്ചസ്. ഇതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് ചിക്കൻ, ബീഫ്, ടൂണ ഫിഷ് അല്ലേ, ടൂണ, സാൽമൺ ഫിഷ്, മിൽക്ക്, എഗ്സ്, ടൊമാറ്റോസ്, ലീഫി വെജിറ്റബിൾസ്, ബ്രോക്കോളി, ക്യാരറ്റ്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്. കാഷ്യൂ നട്ട്, പലതരം നട്ട്സുകൾ ഉണ്ടല്ലോ, സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്സ്, സിസാൻ സീഡ്സ്, അങ്ങനെ പലതരം സീഡ്സും ഉണ്ടല്ലോ അത്. പിന്നെ ടോഫു, ടോഫു എന്ന് പറയുന്നത് നമ്മൾ മിൽക്കിന്ന് പനീർ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ സോയാ മിൽക്കിന്ന് ഉണ്ടാക്കുന്നതാണ് ടോഫു. ചൈനീസ് അവരാണ്, കൊറിയൻസ്, ചൈനീസ് അവരാണ് കൂടുതലായിട്ട് ടോഫു യൂസ് ചെയ്യുന്നത്. ഇതെല്ലാമാണ് ഇതിന്റെ ഗുഡ് സോഴ്സസ്. ചിക്കൻ, ബീഫ്, ടൂണ, സാൽമൺ. മീറ്റിലും ഫിഷിലും ഉണ്ട്. പിന്നെ മിൽക്ക്, എഗ്സ്, ടൊമാറ്റോസ്, ലീഫി വെജിറ്റബിൾസ്, ബ്രോക്കോളി, ക്യാരറ്റ്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ടോഫു. ഇതെല്ലാം വൈറ്റമിൻ B3യുടെ ഗുഡ് സോഴ്സസ് ആണ്. ഇനി B5, വൈറ്റമിൻ B5 ഇതും വാട്ടർ സോളുബിൾ ആണ്. എല്ലാ ബി വൈറ്റമിൻസും വാട്ടർ സോളുബിൾ ആണ്. കെമിക്കൽ നെയിം പാൻറ്റോതെനിക് ആസിഡ്, PANTOTHENIC, PANTOTHENIC, പാൻറ്റോതെനിക് ആസിഡ്. എനർജി പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ വൈറ്റമിൻ എന്ന് പറയുന്നത്. ഇത് ഫങ്ഷൻ പ്രൊഡ്യൂസിങ് എനർജി, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഫങ്ഷൻ. എനർജിയും അതുപോലെ തന്നെ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, പിൻസ് ആൻഡ് നീഡിൽസ്. പിൻസ് ആൻഡ് നീഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് നമുക്ക് ചില സമയത്ത്. നമ്മുടെ കയ്യില്, കാലില് ഒക്കെ എന്താ പറയാ, കുത്തുന്ന പോലെ, ഈ പിന്നൊക്കെ വെച്ച് കുത്തുന്ന പോലെ, ഒരു മുള്ളു നിറയ്ക്കണ പോലെ, അങ്ങനെയൊക്കെ നമുക്കൊരു ഫീല് വരില്ലേ, അതാണ് പിൻസ് ആൻഡ് നീഡിൽസ്. ഒരു തരം സെൻസേഷൻ ആണ്. ചില സ്പെസിഫിക് പാർട്ടില്, കാലിലെയോ കയ്യിലെയോ ഒക്കെ സ്പെസിഫിക് പാർട്ടില് ഈ നെർവിന്റെ കംപ്രഷൻ കൊണ്ടുണ്ടാകും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ചിലപ്പം മരവിപ്പ്, ഒരു നഗ്നസ് വരില്ലേ, അതുപോലെ എന്തോ കുത്തിക്കൊള്ളുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നെർവ്സിലെ കംപ്രഷൻ കൊണ്ട് വരുന്നതാണിത്. പെട്ടെന്ന് തന്നെ ഇത് മാറും. അല്ല, ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രഷർ, നമ്മൾ കുറേ നേരം കാല് മടക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ കാലിന്റെ അവിടെ ഒരു പ്രഷർ വരുമ്പോഴാണ് കാല് മരവിക്കുന്നത്. ആ ഒരു പൊസിഷൻ അങ്ങ് മാറുമ്പോഴേക്കും ഇത് മാറാറുണ്ട്. ഇങ്ങനെ പിൻസ് ആൻഡ് നീഡിൽസ് ആ ഒരു ഇത് വരുന്നതാണ്, പ്രോബ്ലം കൊണ്ട് വരുന്നതാണ്. ഇത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിനൊക്കെ ഒരുതരം ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പെർമനന്റ് ആകുന്ന ഒരു അസുഖമല്ല, പക്ഷെ ലോങ് ടേമിലേക്ക് കൂടുതലാകുമ്പോൾ ഇതൊരു പ്രോബ്ലം ആണ്. കാരണം നെർവ് ഇങ്ങനെ സ്ക്യൂസ്ഡ് ആവുക, കംപ്രസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്. കുറെ നേരത്തേക്ക് നെർവിനെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വൈറ്റമിൻ B5ന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരിതാണ് പിൻസ് ആൻഡ് നീഡിൽസ്. ഗുഡ് സോഴ്സ് മീറ്റ് ആണ് ഗുഡ് സോഴ്സ്. അതുപോലെ തന്നെ ഇപ്പം വെജിറ്റേറിയൻസ് പറയുവാണെങ്കിൽ ഹോൾ ഗ്രെയിൻസ്, ഇങ്ങനെ തവിടൊന്നും നീക്കം ചെയ്യാത്ത ധാന്യങ്ങൾ ഉണ്ടല്ലോ, ഹോൾ ഗ്രെയിൻസ്, ബ്രോക്കോളി, അവക്കാഡോ, യോഗേർട്ടും ഹോൾ ഗ്രെയിൻസും ബ്രോക്കോളിയും ഒക്കെ, അവക്കാഡോ ഒക്കെ ഇതിന്റെ ഗുഡ് സോഴ്സ് ആണ്. പിന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ, മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ മീറ്റ് ഇതിന്റെ ഒരു ഗുഡ് സോഴ്സ് ആണ്. വൈറ്റമിൻ B6, കെമിക്കൽ നെയിം pyridoxine, PYRIDOX ആണ്, XINE, pyridoxine. pyridoxamine അങ്ങനെയും പറയും, pyridox
പിരിഡോക്സൽ. 3 രീതിയിൽ ഇതിന്റെ കെമിക്കൽ നെയിം ഉണ്ട്. പിരിഡോക്സൈൻ ആദ്യത്തത് PYRIDOXINE. നെക്സ്റ്റ് ഇതിന്റെ പിരിഡോക്സ് വരെ എക്സ് വരെ എഴുതിയിട്ട് അതിന്റെ കൂടെ AMINE, പിരിഡോക്സമൈൻ, AMINE. നെക്സ്റ്റ് പിരിഡോക്സ് വരെ എഴുതിയിട്ട് അതിന്റെ കൂടെ AL, പിരിഡോക്സൽ, പിരിഡോക്സൈൻ, പിരിഡോക്സമൈൻ, പിരിഡോക്സൽ. വാട്ടർ സോളുബിൾ ആണ്. നമ്മുടെ ബോഡിയില്, നമ്മുടെ ബ്ലഡില് റെഡ് ബ്ലഡ് സെൽസും ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസും ഉണ്ട് അല്ലെ, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ അതില് ഈ റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ ഫോർമേഷൻ, അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ B6. RBC ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCയുടെ ഇത് കുറയുന്നു എന്നല്ലേ മീനിങ്. ദാറ്റ് മീൻസ് അനീമിയ ഉണ്ടാകും. ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന വിളർച്ച, അനീമിയ. അനീമിയക്ക് വളരെ ലോ ആയി പോയി കഴിഞ്ഞാൽ അനീമിയക്ക് കാരണമാകും. ഫുഡ് സോഴ്സസ്, ചിക്ക് പീസ്, പയറില്ലേ, ചില പയറുകള്, ബീഫിന്റെ ലിവർ, ബനാനാസ്, നട്ട്സ് ഒക്കെ ഇതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. ചിക്ക് പീസ്, ബീഫ് ലിവർ, ബനാനാസ്, നട്ട്സ് എല്ലാം ഗുഡ് സോഴ്സ് ആണ്. B6 ആയിരുന്നു. പിരിഡോക്സൈൻ, പിരിഡോക്സമൈൻ, പിരിഡോക്സൽ, water soluble. It is very important for the formation of RBC, red blood cells. Deficiency may result anemia. Good source, chickpeas, beef liver, bananas and nuts. അടുത്തത് B7, chemical name biotin, 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 ബയോട്ടിൻ ആണ് കെമിക്കൽ നെയിം. വാട്ടർ സോളുബിൾ ആണ്. ഇത് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ടാണ് ഇത് ഈ വൈറ്റമിൻ B7ന്റെ റോൾ എന്ന് പറയുന്നത്. അത് ഇനേബിൾ ചെയ്യുന്നു. പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, മറ്റ് ഫുഡ് ഫാക്ടേഴ്സിനെ എല്ലാം മെറ്റബോളൈസ് ചെയ്യുന്നു. അതായത് അതിന് ആവശ്യമുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. ബോഡിയുടെ ഏത് ഭാഗത്തേക്കാണോ അത് ആവശ്യം ആ ഭാഗത്തേക്ക് അത് സെൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വൈറ്റമിൻ B7 ആണ്. പിന്നെ നമ്മളുടെ സ്കിൻ, ഹെയർ, നെയിൽസ് ഇതെല്ലാം നല്ല ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കെരാറ്റിൻ. അത് കോൺട്രിബ്യൂട്ട്, കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെയറിന്. അപ്പൊ ഈ കെരാറ്റിൻ നമ്മുടെ ഹെയറിന്, നെയിലിന്, അതുപോലെ സ്കിന്നിന് വളരെ ആവശ്യമാണ് നല്ല യങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ആവാനായിട്ട്. ഈ കെരാറ്റിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വൈറ്റമിൻ B7 ആണ്. എന്തായാലും എന്താ പറയാ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെഫിഷ്യൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവും, ഹെയറിന് പ്രോബ്ലം ഉണ്ടാവും, നെയിലിനൊക്കെ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് മെറ്റബോളൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഏതൊരു ഫംഗ്ഷനാണോ ഇതൊക്കെ ആവശ്യം അതിലേക്ക് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് B7 ചെയ്യുന്നത്. ഇത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാനുള്ള വൈറ്റമിൻസ് ബോഡിയിൽ ഇല്ലാതെ വരും. അപ്പൊ അതിന് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്കാണല്ലോ ഇതെല്ലാം വരുന്നത്. ഇൻറ്റസ്റ്റൈനിൽ നമുക്ക് ഇൻഫ്ലമേഷന് കാരണമാകും. അത് ആണ് ഇതിന്റെ ഡെഫിഷ്യൻസി. സ്കിൻ, ഹെയർ, നെയിൽസിലൊക്കെ ഇഷ്യൂസ് വരും, അതിന്റെ ഹെൽത്ത് കുറയും. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ, മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കില്ല. ഗുഡ് സോഴ്സ്, എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞയിലെ അത്, ലിവർ, ബ്രോക്കലി, സ്പിനാച്ച് ആൻഡ് ചീസ് ഇതൊക്കെയാണ് ഇതിന്റെ ഗുഡ് സോഴ്സ്. വൈറ്റമിൻ B7ന്റെ ഗുഡ് സോഴ്സ് ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ B9, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളിനിക് ആസിഡ്. ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളിനിക് ആസിഡ് ഇതാണ് ഇതിന്റെ കെമിക്കൽ നെയിം. വാട്ടർ സോളുബിൾ ആണ്. നമുക്കറിയാം ഫോളിക് ആസിഡ് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡിക്ക് കൊടുക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലും ഡോക്ടേഴ്സ് ഫോളിക് ആസിഡ് റെഫർ ചെയ്യാറുണ്ട്. DNA, RNA
ഇതിന്റെ മേക്കിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ B9 എന്ന് പറയുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി ഇത് ഫീറ്റസിന്റെ ഇതിന്റെ ഡെഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റസ്, അതായത് അമ്മയുടെ മോപ്പിൽ കിടക്കുന്ന കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിക്ക് മുമ്പും പ്രഗ്നൻസി ടൈമിലും ഫോളിക് ആസിഡ് കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് ഫീറ്റസിന്റെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും അതില്ലെങ്കിൽ. ഗുഡ് സോഴ്സസ്: ലീഫി വെജിറ്റബിൾസ്, പീസ്, ലെഗ്യൂംസ്, ലെഗ്യൂംസ് പയറുവർഗ്ഗങ്ങൾ, ലിവർ, സം ഫോർട്ടിഫൈഡ് ഗ്രെയിൻ പ്രോഡക്ട്സ്. ഫോർട്ടിഫൈഡ് ഗ്രെയിൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തവിടൊന്നും നീക്കം ചെയ്യാത്ത രീതിയിലുള്ള ഗ്രെയിൻ പ്രോഡക്ട്സ്. പിന്നെ സൺഫ്ലവറിന്റെ സീഡ്സ്, ചില ഫ്രൂട്ട്സ്, ചെറിയ അളവിൽ ഫ്രൂട്ട്സിലും ഈ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ പപ്പായയിൽ നിറയുണ്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ പപ്പായ കഴിക്കാറില്ല പ്രഗ്നൻസി സമയത്ത്. പപ്പായയിൽ ശരിക്കും ഫോളിക് ആസിഡ് നല്ലൊരു സോഴ്സ് ആണ്. B9 ആയിരുന്നു പറഞ്ഞത്, ഫോളിക് ആസിഡ് ആണ് അതിന്റെ കെമിക്കൽ നെയിം. പ്രഗ്നൻസി ടൈമിലും ബിഫോർ പ്രഗ്നൻസിയും ഡ്യൂറിംഗ് ദ പ്രഗ്നൻസിയും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറ്. അത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടവരുണ്ടല്ലോ, അപ്പൊ ആ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് അവർ അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിന് ഫോളിക് ആസിഡ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കുട്ടിയുടെ ഭ്രൂണത്തിന്റെ ഫീറ്റസിന്റെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും ഇത് ഡെഫിഷ്യന്റ് ആണെങ്കിൽ. നെക്സ്റ്റ് വൈറ്റമിൻ B12, കൊബാളമിൻ, അതാണ് ഇതിന്റെ കെമിക്കൽ നെയിം. കൊബാളമിൻ പറയും, മീഥൈൽ കൊബാളമിൻ എന്നും പറയും, ഹൈഡ്രോക്സോ കൊബാളമിൻ എന്നും പറയും, പിന്നെ സൈനോ കൊബാളമിൻ എന്നും പറയാറുണ്ട്. കൊബാളമിൻ മാത്രം പറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. വാട്ടർ സോളുബിൾ ആണ്. ഹെൽത്തി ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റം ഹെൽത്തി ആയിരിക്കാൻ B12 ആവശ്യമാണ്. ലോ ലെവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാകും. ഇത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാകും, അനീമിക് ആകും, വിളർച്ച ഉണ്ടാകും. ഗുഡ് സോഴ്സസ്: ഫിഷ്, നമ്മൾ കഴിക്കാറുള്ള മീനുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഫിഷ്, ഷെൽ ഫിഷ്, തോടുള്ള ഫിഷുകളൊക്കെ ഉണ്ടല്ലോ, കക്ക, ക്ലോസ്, അതുപോലെ തന്നെ ക്രാബ്, അതെല്ലാം. പിന്നെ മീറ്റ്, എഗ്, മിൽക്ക്, അതർ ഡയറി പ്രോഡക്ട്സ് ലൈക് കേർഡ് അങ്ങനെയൊക്കെ വരുന്നത്, യോഗേർട്ട്, സിറൈഡ്സ് ധാന്യങ്ങൾ, സോയ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ചില ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഈസ്റ്റ്, ചെറിയ അളവില് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഈസ്റ്റ്. ഫിഷ്, ഷെൽഫിഷ്, മീറ്റ്, എഗ്സ്, മിൽക്ക്, അതർ ഡയറി പ്രോഡക്ട്സ്. പല മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, പനീർ, എന്താ പറയാ, യോഗേർട്ട്, കേർഡ്, സെറൈൽസ്, സോയ പ്രോഡക്ട്സ്, ന്യൂട്രീഷണൽ ഈസ്റ്റ്. പിന്നെ ഈ വീഗൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വീഗൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അനിമൽസിൽ നിന്നും അവര് പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കും. അത് മാത്രമല്ല അനിമൽസിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഇല്ലേ, ലൈക്ക് മിൽക്ക്, എഗ്, മിൽക്കിന്റെ ബാക്കി ഡയറി പ്രോഡക്ട്സ്, കേർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ കഴിക്കില്ല. അത് മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലെതറിന്റെ, അതായത് ഇപ്പം ചില അനിമൽസിന്റെ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയ ബാഗ്, ചെരുപ്പ്, അങ്ങനെയും അവർ ഉപയോഗിക്കില്ല. ആണ് വീഗൻസ് എന്ന് പറയുന്നത്. ഈ വീഗൻസിന് വൈറ്റമിൻ B12 വളരെ കുറവായിരിക്കും, അവർക്ക് ഡെഫിഷ്യന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരോട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് അവർക്ക് അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കാം. B12 സപ്ലിമെന്റ്സ് അവരവരുടെ ഡയറ്റിനെ ഉൾപ്പെടുത്തണം എന്ന് പറയും. കാരണം അവർ ഇതുപോലുള്ള ഫിഷ്, ഡയറി പ്രോഡക്ട്സ്, എഗ്, മിൽക്ക് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട്. അവരുടെ പേരൊന്നുകൂടെ പറയാമോ സർ? ആരുടെയാ? ഈ വീഗൻ ആണോ? അതെ, സ്പെല്ലിങ്. VEGAN. നമ്മളുടെ ഈ പാർവതി തിരുവോത്തില്ലേ, ആക്ട്രസ്, അവര് വീഗനാണ്. VEGAN മീൻസ് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഡ്രസ്സ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്നു അതൊന്നും അനിമൽസിനെ ഹാം ചെയ്യില്ല എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അനിമൽസിന്റെ ഇതാണല്ലോ മിൽക്കും, മിൽക്കിന്റെ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും അവർ യൂസ് ചെയ്യില്ല. പിന്നെ ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ്, ആക്സസറീസ്, അതൊന്നും അവർ ഉപയോഗിക്കില്ല. എന്തൊക്കെ അവർ യൂസ് ചെയ്യുന്നോ അതൊന്നും അനിമൽസിനെ ഹാം ചെയ്തിട്ടുള്ളതാവില്ല. VEGAN, വീഗൻ.
നെക്സ്റ്റ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി വാട്ടർ സോളുബിൾ ആണ്. ഇതിന്റെ കെമിക്കൽ നെയിം അസ്കോർബിക് ആസിഡ്, ASCORBIC. വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ആണ് വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ്, ASCORBIC. നമുക്ക് ദേഹത്ത് എന്തെങ്കിലും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. ചിലരുടെ ഭയങ്കര സമയം എടുക്കും ഉണങ്ങാൻ, അല്ലെ? അപ്പൊ വൈറ്റമിൻ സി ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവർക്കാണ് വൂണ്ട് ഹീൽ ചെയ്യാൻ ടൈം എടുക്കുന്നത്. പിന്നെ ബോൺ ഫോർമേഷൻ, ചെറുപ്പത്തിലാണല്ലോ നമ്മുടെ ബോൺ എല്ലൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെല്ലാം വൈറ്റമിൻ സി ആവശ്യമാണ്. ഈ പനിയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എപ്പോഴും പറയുമല്ലോ. വൈറ്റമിൻ സി കണ്ടന്റ് ആയിട്ടുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ബ്ലഡ് വെസൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പം വൂണ്ട് ഹീലിംഗ്, ബോൺ ഫോർമേഷൻ, ഇതിനെല്ലാം വൈറ്റമിൻ സി ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് വെസൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. പനി പിടിച്ചു കിടക്കുമ്പോഴൊക്കെ വൈറ്റമിൻ സി ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ബോഡി, നമുക്ക് അയൺ ഒക്കെ ആവശ്യമാണ് ബോഡിക്ക്, അതൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കർബി എന്നുള്ള ഒരു അസുഖം ഉണ്ടാവും. അതായത് നമ്മളുടെ മോണയിൽ നിന്നൊക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് ഒക്കെ വരുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ പല്ല് കൊഴിഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഈ വൂണ്ട് ഹീലിംഗ് വളരെ സ്ലോ ആവുന്നു. അതെല്ലാം സംഭവിക്കുന്നത് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ബ്ലീഡിങ് ഗംസ്, ലോസ് ഓഫ് ടീത്ത്, വൂണ്ട് ഹീലിംഗ് ലോ ആവുന്നു, ടേക്ക് ടൈം ഫോർ ഹീലിംഗ്. അത് ആണ് ഇതിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. ഗുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും വൈറ്റമിൻ സി എല്ലാവർക്കും അത്ര ഡെഫിഷ്യന്റ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ കഴിക്കുന്ന മിക്ക ഫ്രൂട്ടിലും വെജിറ്റബിൾസിലും വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ റോ ആയിട്ട് പച്ചക്ക് കഴിക്കുവാണെങ്കിലാണ് ഏറ്റവും നല്ലത്. കുക്ക് ചെയ്യുമ്പോൾ കുറെയൊക്കെ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകും. ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പച്ചക്ക് കഴിക്കുവാണെങ്കിൽ നല്ലതാണ്. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും വൈറ്റമിൻ സി നിറയേണ്ട. പക്ഷെ കുക്കിംഗ് മേ ഡിസ്ട്രോയ് വൈറ്റമിൻ സി. ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ നമ്മൾ കടിച്ച് ചവച്ച് കഴിക്കണം എന്നാണ് ഈ പറയുന്നത്. ഇപ്പൊ വൈറ്റമിൻ സി കഴിഞ്ഞു. അസ്കോർബിക് ആസിഡ് ആയിരുന്നു. വാട്ടർ സോളുബിൾ ആണ്. വൂണ്ട് ഹീലിംഗ്, ബോൺ ഫോർമേഷൻ, ഇതിനെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നു. സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അയൺ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡെഫിഷ്യൻസി ഇമ്മ്യൂണിറ്റി കുറയും. വൂണ്ട് ഹീലിംഗ് സ്ലോ ആകും. ഗംസ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. മോണായത് ചോരയൊക്കെ വരാൻ തുടങ്ങും. ലോസ് ഓഫ് ടീത്ത്, പല്ല് കൊഴിഞ്ഞു പോവാം. അതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ സി. അടുത്തത് വൈറ്റമിൻ ഡി. ഇതിന്റെ കെമിക്കൽ നെയിം കോൾകാൽസിഫെറോൾ, CHOLE, കോൾ, CHOLE, കാൽസി, CALCI, ഫെറോൾ, FEROL. ഇത് ഫാറ്റ് സോളുബിൾ ആണ്. 4 ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിൽ ഒന്നാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോണിന്റെ ഹെൽത്തി മിനറലൈസേഷൻ ഓഫ് ബോൺസ്. വൈറ്റമിൻ ഡിയുടെ ഗുഡ് സോഴ്സ് സൺലൈറ്റ് ആണ്. നമ്മുടെ ബോണില് നമുക്ക് മിനറൽസ് നമ്മളുടെ എന്താ പറയാ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് വരുത്തി കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡി പാർട്ടിലേക്ക് ബോണിന്റെ ഫോർമേഷനും ഒക്കെ വേണ്ടിയിട്ട് ആ മിനറൽസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വൈറ്റമിൻ ഡി ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി ബോണിന്റെ സ്ട്രെങ്ത് കുറയും. ഭയങ്കരമായിട്ട് സോഫ്റ്റൻ ആയി പോകും ബോൺ. ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോണെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയി പോകും. സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയും കാലും കൂട്ടി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ബോണിന്റെ സ്ട്രെങ്ത് കുറയും. റിക്കറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ ഒരു അസുഖം? റിക്കറ്റ്സ്, അതാണ് ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന അസുഖമാണ് റിക്കറ്റ്സ്. ബോൺ സ്ട്രെങ്ത് കുറയും.
നമുക്ക് സണ്ണിൽ നിന്നുള്ള സണ്ണാണ് ശരിക്കും ഇതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ സോഴ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ഫിഷ്, നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫിഷ്, എഗ്, ബീഫ് ലിവർ, മഷ്റൂംസ്, ഇതെല്ലാം വൈറ്റമിൻ ഡി സോഴ്സ് ഉണ്ട്. ഇതൊന്നും കഴിക്കാത്തവരാണെങ്കിൽ നല്ല സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതായിരിക്കും. ഇതൊന്നും എല്ലാരും കഴിക്കണമെന്നില്ലല്ലോ. ഈവൻ വെജിറ്റേറിയൻസ് തന്നെ മഷ്റൂം കഴിക്കാത്തവരുണ്ട്. അപ്പൊ ഇന്നത്തെ ആകെ ഒരു വെജ് ഫുഡ് എന്ന് പറയാൻ മഷ്റൂം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എഗ്, ബീഫ് ലിവർ, ഫാറ്റി ഫിഷ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ സോ ബെറ്റർ വൈറ്റമിൻ ഡി തന്നെ. ഇത് വൈറ്റമിൻ ഡിയുടെ സോഴ്സ് സൺലൈറ്റ് തന്നെയാണ്. അതൊരു ടൈം ഉണ്ട്, ആ ഒരു ടൈമില് സൺലൈറ്റ് ആയിരിക്കും നല്ലതെന്ന് പറയുമല്ലോ. നെക്സ്റ്റ് വൈറ്റമിൻ ഇ ഫാറ്റ് സോളുബിൾ ആണ്. ടോക്കോഫെറോൾ, ഇതാണ് ഇതിന്റെ കെമിക്കൽ നെയിം. നിങ്ങൾ ടാബ്ലറ്റ്സ് നോക്കി കഴിഞ്ഞാൽ കാണാം ടോക്കോഫെറോൾ അല്ലെങ്കിൽ ടോക്കോട്രിനോൾ എന്നൊക്കെ കാണാം. TOCOPHEROL, TOCOPHEROL, ടോക്കോഫെറോൾ. പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നതിനെ തടയാൻ പറ്റും വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ. ഈ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ചൊറിഞ്ഞ് തടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ഇൻഫ്ലമേഷൻസ് ഒക്കെ ചിലയിടത്തൊക്കെ ഉണ്ടാവില്ലേ, അതുപോലുള്ളതിനെയൊക്കെ എന്താ പറയാ, അത് ഇല്ലാതാക്കാനാണ് വൈറ്റമിൻ ഇയുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നതാണ്. ഡെഫിഷ്യൻസി, ഇത് റെയർ ആണ്. വൈറ്റമിൻ എ എല്ലാവരും തന്നെ കാണും, അത് റെയർ ആണ്. പക്ഷെ ചില ന്യൂബോൺ ബേബീസില് അനീമിക് അങ്ങനത്തെ ഒരു കേസ് വരാം. ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ന്യൂബോൺ ബേബീസിൽ അങ്ങനത്തെ ഒരു കേസസ് വരാം. അത് ബ്ലഡ് സെൽസിനെ പലപ്പോഴും ഡിസ്ട്രോയ് ചെയ്യും. ഗുഡ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിവി ഫ്രൂട്ട്, ആൽമണ്ട്സ്, എഗ്സ്, നട്ട്സ്, ലീഫി ഗ്രീൻ ആൻഡ് വെജിറ്റബിൾ ഓയിൽസ്. കാരണം വെച്ചാൽ റെയർ ആണെന്ന് പറയാൻ കാരണം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏത് നാട്ടിലുള്ള ആൾക്കാരും. സോ അത് വൈറ്റമിൻ ഇ എന്തായാലും അങ്ങനെ മിക്ക ഫുഡും ഓയിലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും. നമ്മൾ ഏതൊരു സമയത്തും ഏതെങ്കിലും ഒരു ഫുഡ് ഓയിലിൽ ചെയ്തതുണ്ടാവും. അപ്പൊ വെജിറ്റബിൾ ഓയിൽസ് ഇതിന്റെ ഒരു ഗുഡ് സോഴ്സ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിന് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് റെയർ ആണെന്ന് പറയുന്നത്. പക്ഷേ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂബോൺ ബേബീസിൽ ഇതിന്റെ ഒരു അനീമിക്, ഒരു വിളർച്ചയുടെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അത് ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. നെക്സ്റ്റ് വൈറ്റമിൻ കെ, ഫാറ്റ് സോളുബിൾ ആണ്. നാല് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയിരുന്നു, എ, ഡി, ഇ ആൻഡ് കെ. അതിന്റെ ലാസ്റ്റ്, നാലെണ്ണത്തിലെ ലാസ്റ്റ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ കെമിക്കൽ നെയിം കേട്ടാ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. ഫിലോക്വിനോൻ അല്ലെങ്കിൽ മെനാക്വിനോൻ എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം പറയുന്നത്. PHYLLOQUINONE, PHYLLOQUINONE, ഫിലോക്വിനോൻ. അല്ല, വേറൊരു പേര് മറ്റേ QUINONE എന്നുള്ള ഇതിന്റെ തൊട്ട് മുമ്പേ MENA എന്ന് ചേർക്കണം. മെനാക്വിനോൻ, MENAQUINONE. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ചില ആളുകളിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് അങ്ങ് നിൽക്കും. ചില ആളുകളിൽ കുറേ സമയം എടുക്കും. അത് ഈ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അവരുടെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തത്. വൈറ്റമിൻ എയില് പ്രോത്രോംബിൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ഇതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിന്റെ ലോ ലെവൽസ് എന്താ, ബ്ലീഡിങ് ഇങ്ങനെ നിൽക്കാതിരിക്കും. അതാണ് ഇതിന്റെ ഇത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നേരത്തോളം ബ്ലീഡിങ് നടക്കും. ബ്ലീഡിങ് നിൽക്കാനായിട്ട് പറ്റില്ല. ഇതിന്റെ ഗുഡ് സോഴ്സസ് എന്ന് പറയുന്നത്
ഫിഗ് അത്തിപ്പഴം ഒക്കെ ഇല്ലേ അത്, പിന്നെ പംകിൻസ് മത്തങ്ങ, അതൊക്കെ നല്ല സോഴ്സ് ആണ്. ലീഫി വെജിറ്റബിൾസ്, പിന്നെ എന്താ പറയാ പയർ വർഗ്ഗങ്ങളൊക്കെ ഇതിന്റെ നല്ലൊരു സോഴ്സ് ആണ്. പാഴ്സി ലീവ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ അതിന്റെ നല്ല സോഴ്സ് ആണ്. അപ്പൊ നമ്മള് പംകിൻ, മത്തങ്ങ നല്ലതാണെന്ന് എല്ലാവരും പറയുമല്ലോ. പംകിനൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വൈറ്റമിൻ കെ നമ്മുടെ ബോഡിയിലുണ്ട്. ബോഡിയിൽ കുറവായി വരുമ്പോഴാണ് നമ്മൾ ഫുഡിലൂടെ കുറെ നമ്മൾ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. പലപ്പോഴും വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പോഴും വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കും. ഇപ്പൊ മൗത്ത് അൾസർ പോലെ വരില്ലേ, വായുടെ ഉള്ളിൽ പൊട്ടുന്നത്, അപ്പോഴും വൈറ്റമിൻസ് ബി കോംപ്ലക്സിന്റെ കുറവുകൊണ്ടാന്ന് പറഞ്ഞ് നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കും. പിന്നെ വീഗൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അവരെല്ലാ ഫുഡും അവർക്ക് കഴിക്കാനായിട്ട് കഴിക്കില്ല അവര്. സോ അവർക്ക് ഡോക്ടേഴ്സ് എപ്പോഴും ഡയറ്റില് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഉൾപ്പെടുത്താനായിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ 13 വൈറ്റമിൻസ്. നമുക്കിവിടെ കുറച്ച് വൈറ്റമിൻസിന്റെ കുറച്ച് ചെറിയ പാരഗ്രാഫ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ചെറിയ പാരഗ്രാഫ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇത്രയും കേട്ട് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, വായിച്ചു. കുറെ പറഞ്ഞതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് വൺ ചാപ്റ്റർ എന്തായിരുന്നു? ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ. ഫുഡ് ഫാക്ടേഴ്സ് നമ്മളിപ്പോ പറഞ്ഞു, ഓരോന്നൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം ആവശ്യമാണ്. ബോഡിക്ക് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുള്ളത് മനസ്സിലാക്കി. നെക്സ്റ്റ് ന്യൂട്രീഷൻ. കാണുമല്ലോ അല്ലെ. ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമ്മളുടെ ഗ്രോത്ത്, മെറ്റബോളിസം, റിപ്പയർ, അതായത് നമ്മളുടെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നടത്തുന്ന ഡൈജഷനും അതിന്റെ റിലേറ്റഡ് പ്രോസസ്, ഏതൊക്കെ ബോഡി പാർട്സിലേക്ക് എന്തൊക്കെ വേണം, ആ ഒരു മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കാൻ, പിന്നെ ബോഡിയിൽ എന്തെങ്കിലും സെൽസ് ഡാമേജ് ആകുമോ, പിന്നെ ഫുഡ് എക്സ്റ്റേണൽ ആയിട്ട് ഫുഡ് ഉണ്ടായോ, ഇന്റേണൽ ആയിട്ട് ഫുഡ് ഉണ്ടായോ, അതൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആ ഫുഡാണ് ഈ ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ ഈസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ്. ഫുഡ് നമ്മൾ കഴിക്കുന്നു, യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റിപ്പയർ. Nutritional support is calculated to meet nutritional requirements for growth and development, as well as to satisfy specialized nutritional requirements for adequate digestion, absorption, and metabolism of nutrients. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, റെഗുലർ ആയിട്ട് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നു. നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഒരു ഫ്യൂവലാണ് ശരിക്കും റെഗുലർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിക്ക് വേണ്ടുന്ന ഫ്യൂവലാണ്. നമുക്കറിയാം, വണ്ടിയുടെ ഫ്യൂവൽ ഉണ്ടെങ്കിൽ വണ്ടി ഓടും. അതുപോലെ തന്നെ നമ്മൾക്കുള്ള ഫ്യൂവലാണ് ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, ആ ഫുഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഈ ന്യൂട്രിയൻസ് ആണ് ആ ഒരു ബോഡി, ആ ഒരു വ്യക്തിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്. എന്ത് ഗ്രോത്തും ഡെവലപ്മെന്റും ഫിസിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കുട്ടി വളർന്ന് വലുതാകുന്നു, അത് ഫിസിക്കൽ ബോഡി പാർട്സ്, ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസിനും എല്ലാം വലിപ്പം വെക്കുന്നു. അതുപോലെ തന്നെ അവന്റെ ബുദ്ധി എല്ലാം ഡെവലപ്പ് ചെയ്യുക. അതാണ് ഈ ഗ്രോത്തും ഡെവലപ്മെന്റും രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ ബ്രെയിൻസ് വളരുന്നു, മസിൽസ്, ബോൺസ്, നെർവസ് സിസ്റ്റം, സ്കിൻ നല്ല ഇതായിട്ട് വളരുന്നു, ബ്ലഡ് സർക്കുലേഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം ഗ്രോ ചെയ്യുവാണ്. അത് ഈ ന്യൂട്രീഷ്യസ് ഫുഡിൽ നിന്നാണ് അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത്. ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. കുറച്ച് പേരുണ്ടല്ലോ, 6 പേരുണ്ടല്ലോ. ഇതിനകത്ത് 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. 5 പേരാത്തുള്ളത് 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റ് ആയിട്ടൊന്ന് വായിക്കാം. ആരെങ്കിലും ഒരാളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമോ? ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്തു കുഴപ്പമില്ല. ഫസ്റ്റ് പോയിന്റ് ബുള്ളറ്റ് പോയിന്റ്സ് കാണാലോ. Adequate level of calories required for growth, development, and increased metabolic demand. നമുക്കറിയാം ഫുഡിന്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നമ്മൾ പറയുന്നത് കാലറി വെച്ചിട്ടാണ് അല്ലെ. ഓരോ ഫുഡിലും ഇത്ര കാലറി. നമുക്ക് ഈ ഡയറ്റീഷ്യനൊക്കെ നമ്മളോട് ചിലപ്പോൾ നമുക്കൊരു ഡയറ്റ് തരുമ്പോൾ ഇത്ര കാലറി ഓരോ അളവ് പറയണ്ടാവും നമ്മളോട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി എടുക്കണം, ഓരോ ഭക്ഷണവും എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. നമുക്കൊരു ചാർട്ട് തരും അല്ലെ. അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്കൗട്ടിന് പോകുന്നു, അവിടെ നമുക്കൊരു ഡയറ്റ് പ്ലാൻ തരും. അതിൽ ഇത്ര കാലറി ഓരോ ഫുഡ് കാണും. നമ്മൾ കാലറി കൂടിക്കഴിഞ്ഞു, നമുക്ക് ഇനഫ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ കാലറി ആയിട്ടുള്ള ഫുഡ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. അത് പിന്നെ ബേൺ ഔട്ട് ചെയ്യാനായിട്ട് വേണ്ടുന്ന എക്സസൈസ് എല്ലാം അവർ പറഞ്ഞു തരാറുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും ആവശ്യമുള്ള കാലറി നമ്മളുടെ ബോഡിക്ക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യത്തിനുള്ള കാലറി ആണ് നമുക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യസ് ഫുഡിൽ നിന്ന് കിട്ടേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആരെങ്കിലും ഒരാൾ വായിച്ചു. Sufficient level of proteins that is safe for the age of the children. ഓരോ കുട്ടിയുടെയും ഏജിനനുസരിച്ച് സഫീഷ്യന്റ് ലെവലിലുള്ള പ്രോട്ടീൻസ് അവൈലബിൾ ആയിരിക്കണം, സേഫ് ആയിട്ടുള്ള അളവില്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ. Levels of calcium, phosphorus, vitamins D and iron that are age suitable. ഓക്കെ, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, അയൺ ഇതെല്ലാം ഈ ഒരു ഏജിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എത്ര കലറി വേണം അതിനനുസരിച്ച് എടുക്കണം. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് 2 points. Sufficient levels of other vitamins and minerals. Yes, വൈറ്റമിൻസും മിനറൽസും സഫീഷ്യന്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെ വേണം. നെക്സ്റ്റ്. Sufficient levels of essential fatty acids. യെസ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡും വേണം. ഓക്കെ, ഇതാണ് ന്യൂട്രീഷ്യൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. ന്യൂട്രീഷ്യൻ എന്ന് ഉദ്ദേശിച്ചത് എല്ലാം സഫീഷ്യന്റ് ലെവലില് കറക്റ്റ് അളവില് ഓരോ ഏജിനനുസരിച്ച്. ഇപ്പൊ നമുക്കറിയാം പ്രായമാകും തോറും കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കും നമ്മളോട് ചൂസ് ചെയ്യാൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തൈറോയിഡിന്റെ ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് ടാബ്ലറ്റിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ തൈറോയിഡിലെ 3 ഫാക്ടേഴ്സ് ആണ് TSH, T3, T4. എനിക്ക് TSH വളരെ ലോയും T3, T4 നോർമലുമാണ്. അപ്പം TSH ലോ ആവുമ്പോൾ ശരിക്കും T3, T4 എന്നുള്ളത് ഭയങ്കര ഹൈ ആവും. എനിക്ക് പക്ഷെ അത് രണ്ടും നോർമൽ ആയത് കാരണം എനിക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, ഡയറ്റ് കൺട്രോൾ മാത്രം മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് ഷുഗറും സോൾട്ടും കുറയ്ക്കുക, പിന്നെ എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞൊരു സാധനം കപ്പയായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ ഏജിനനുസരിച്ച് വേണം നമ്മളുടെ ഡയറ്റ്. അപ്പൊ നമുക്ക് ഒരു ഇഷ്യൂ നമുക്കുണ്ടായി, ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും നമ്മളോട് ഒരു ഡയറ്റ് പറയും. മെഡിസിൻ വേണമെങ്കിൽ മെഡിസിൻ തരും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡയറ്റ് പറയും. എന്റെ ഒരു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുപോലെ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഫ്യൂവലാണ്. അത് ഫുഡിൽ നിന്ന് കിട്ടുന്നു, ന്യൂട്രീഷ്യസ് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ മാൽ ന്യൂട്രീഷൻ അതാണ് അടുത്തത്. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ്
ഇത്രയൊക്കെ നമ്മൾ സഫീഷ്യന്റ് ലെവൽ ഓഫ് എല്ലാം പറഞ്ഞല്ലോ, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്, അതെല്ലാം നമ്മൾ സഫീഷ്യന്റ് പറഞ്ഞു. ഇതെല്ലാം കുറയുന്ന അവസ്ഥ, അതാണ് മാൽ ന്യൂട്രീഷൻ. ആവശ്യത്തിന് വളരെ കുറവ് ആയിട്ട് കിട്ടുന്നു. ചില ഏരിയയിൽ ജീവിക്കുന്ന കുട്ടികൾ ഭയങ്കര അവർക്ക് മാൽ ന്യൂട്രീഷൻ ആയിരിക്കും, ആവശ്യത്തിനുള്ള ഫുഡ് ഇൻടേക്ക് ഉണ്ടാവില്ല. സോ അതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഞാൻ സ്ക്രോൾ ചെയ്ത് വെക്കാട്ടോ. ഓക്കെ, നമുക്കിനി ആരാ വായിക്കാതിരുന്ന ആള് ഒന്ന് വായിച്ചു. രാഖി വായിച്ചായിരുന്നു. രാഖി PR. ഇല്ല മിസ്സേ. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം, മാൽ ന്യൂട്രീഷൻ. Malnutrition is the condition that occurs when body does not get sufficient nutrients caused by not having enough to eat, not eating enough of the right thing, or being unable to use the food that one does eat. ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുക, അങ്ങനെ വരുമ്പോഴാണ് മാൽ ന്യൂട്രീഷനുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നെ ചില അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ഒട്ടും ഫുഡ് ഇൻടേക്ക് നമുക്ക് പറ്റില്ല. പലപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, അതും വരാം. ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിൽ നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴും മാൽ ന്യൂട്രീഷൻ സംഭവിക്കും. അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മേ റിസൾട്ട് ഫ്രം, എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നുള്ളത്. ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് അല്ലാത്തൊരു ഡയറ്റ്, അൺബാലൻസ്ഡ് ഡയറ്റ് വരാം. പിന്നെ ഡൈജഷൻ, ചിലപ്പോൾ നമുക്ക് ഡൈജഷൻ, നമുക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഒക്കെ കയറിയിരിക്കുന്ന സമയത്ത് ചെറിയൊരു ഇത് പറഞ്ഞാണ് ഒരു ചെറിയൊരു സിറ്റുവേഷൻ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വരും. ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യും, ഭക്ഷണം കണ്ട ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, അപ്പോഴും നമ്മൾ കഴിക്കാതിരിക്കുന്നു. അങ്ങനെ ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ, ചിലപ്പോൾ ഡൈജഷൻ പ്രശ്നം, കഴിക്കുന്നതൊക്കെ വോമിറ്റ് ചെയ്യുന്നു, ഭക്ഷണം കാണുമ്പോഴേ വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു, അതെല്ലാം ഈ മാൽ ന്യൂട്രീഷന് കാരണമാകും. അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു അസുഖങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ലാക്ക് ഓഫ് ഫുഡ്, അങ്ങനെയുള്ള ഏരിയയിലാണ് മാൽ ന്യൂട്രീഷൻ കൂടുതലായിട്ട് വരുന്നത്. അൺസേഫ് വാട്ടർ, നല്ല ശുദ്ധമല്ലാത്ത വെള്ളം, അങ്ങനെ വാട്ടർ സപ്ലൈസ്. അതുപോലെ തന്നെ സാനിറ്റേഷൻ, നല്ല രീതിയിലുള്ള ശുചീകരണങ്ങളൊന്നും നടക്കാതിരിക്കുക, അവിടെയൊക്കെ ഉള്ള വളരുന്ന കുട്ടികൾ മാൽ ന്യൂട്രീഷൻ ആയിരിക്കും. പിന്നെ മോസ്റ്റ് ഈ ഒരു ചാപ്റ്റർ തീരുവാണ്. മാൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് 2 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടും ഒന്ന് നമ്മളുടെ മെന്റൽ കണ്ടീഷൻസ് വെച്ചിട്ടുമാണ്. ഈ 2 പോയിന്റ്സ് ഓരോന്നും ഓരോരുത്തരായിട്ടൊന്ന് വായിക്കാം. ആരെങ്കിലും വേഗം വായിച്ചു, കുറച്ചു പേരല്ലേ ഇവിടെ വിളിക്കാം. ഞാൻ തന്നെ വായിക്കേണ്ടത് മസ്റ്റാണ്. Physical conditions in the yes. Bad postures like standing, writing, sitting, pale face, drowsiness, laziness, easy fatigue, awareness of diseases, poor eyesight, and underweight. ആ മാൽന്യൂട്രീഷൻ ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് വളരെ മോശമായിരിക്കും. നമുക്ക് സ്കൂളിൽ വരുന്ന ചില കുട്ടികളുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവരിയ്ക്കുന്നതും നിൽക്കുന്നതും എഴുതുന്നതും ഒക്കെ ആ ഒരു ബാഡ് പോസ്റ്റേഴ്സ് ആയിരിക്കും. ഒട്ടും ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഭയങ്കര വിളറിയ പെയിൽ ഫേസ് ആയിരിക്കും. പിന്നെ എപ്പോഴും ഉറക്കം തൂങ്ങി മടി പിടിച്ച പോലെ ഒക്കെ ആയിരിക്കും. എപ്പോഴും തളർച്ചയും ക്ഷീണവും ഒക്കെ ആയിരിക്കും. പിന്നെ വിഷൻ വളരെ മോശമായിരിക്കും. അണ്ടർ വെയിറ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ. കാരണം അവർക്ക് എല്ലാം ഡെഫിഷ്യൻസിയാണ്. എല്ലാം നമ്മളിപ്പോ 13 വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞു, അതെല്ലാം ഡെഫിഷ്യന്റ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻടേക്ക് വളരെ കുറവ്. ഇൻടേക്ക് ഫുഡില് അതിന്റെ സോഴ്സ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ഫിസിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. സെയിം തന്നെ അവരുടെ മെന്റലി അവരെ ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് നല്ല ഹെൽത്തി ആണെങ്കിൽ നല്ല ഹെൽത്തി
മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി എന്ന് പറയില്ല. നല്ല മെന്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും ഒരുപോലെ ഹെൽത്തി ആണെങ്കിലാണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മെന്റൽ കണ്ടീഷൻ അതാരെങ്കിലും ഒന്ന് പറയാം. ആരുമില്ലേ? രമ്യ ഒന്നും പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രമ്യ ആ മാം ഞാൻ പറഞ്ഞതാ. പറഞ്ഞു, മെന്റൽ കണ്ടീഷൻസ് പറഞ്ഞു. Passiveness, forgetful memory, cloudiness, slow comprehension and irritation, lack of attention and concentration. ഓക്കെ, പാസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം എന്താ പറയാ, ഒട്ടും ആക്റ്റീവ് അല്ലാതെ നിഷ്ക്രിയത്വം നമ്മൾ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ റിയാക്ട് ചെയ്യാതെ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഫോർഗെറ്റ്ഫുൾ മെമ്മറി, എപ്പോഴും അങ്ങനെ മറവി, എന്ത് പറഞ്ഞാലും മറന്നു പോകും, ഗ്ലൂമി ആയിട്ടിരിക്കും. പിന്നെ സ്ലോ കോംപ്രിഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കേൾക്കുന്നത് അതുപോലെ എഴുതാനോ വായിക്കാനോ ആ ഒരു പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുന്നില്ല. പിന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അറ്റൻഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഇവർക്ക് കുറവായിരിക്കും. നെക്സ്റ്റ്, ബാലൻസ്ഡ് ഫുഡ് ഡയറ്റ്. നിങ്ങൾക്കൊരു ബാലൻസ്ഡ്, എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റിയുടെ ഒരു ബാലൻസ്ഡ് ഫുഡിന്റെ ഒരു ചാർട്ട് വരയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഒരു റഫായിട്ട് പറയുവാണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു 40% എങ്കിലും വേണം. പിന്നെ ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ്, സ്റ്റാർച്ച് കൂടുതലിനേക്കാളും ഫൈബർ റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒരു 25% എങ്കിലും വേണം. പിന്നെ ബാക്കി 25% പ്രോട്ടീൻസും 10% ഫാറ്റ്സ്. ഇതാണ് ബാലൻസ്ഡ് ഡയറ്റ് നോർമലി നമ്മൾ പറയുന്നത്. 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് 25%, പിന്നെ പ്രോട്ടീൻസ് 25%, ഫാറ്റ്സ് 10%. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നൊക്കെ തന്നെ കുറേയൊക്കെ നമുക്ക് വൈറ്റമിൻസും കിട്ടും. പിന്നെ നമ്മൾ കഴിക്കുന്ന ചില കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് തന്നെ കുറെ വൈറ്റമിൻസ് കിട്ടും. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചില ഫുഡിൽ നിന്നും വൈറ്റമിൻസും നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഫാറ്റ്സ്, അതിൽ നിന്നും വൈറ്റമിൻസ് അവൈലബിൾ ആയിരിക്കും. ചില ഓയിൽസ് ഒക്കെ അതിൽ നിന്നെല്ലാം നമുക്ക് വൈറ്റമിൻസ് കിട്ടാറുണ്ട്. അപ്പോ അതൊരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നിങ്ങളുടെ ആക്ടിവിറ്റിയിലുണ്ട്. അപ്പൊ ആ ചാർട്ടിനകത്ത് നമുക്കത് പടമായിട്ട് വെച്ചാൽ മതി. കാരണം 40% കിട്ടുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റൗണ്ടിൽ ഇതിന്റെ ചാർട്ട് പ്രിപ്പറേഷൻ കാണാം. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോന്നും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത് ലാസ്റ്റ് ഒരു പാരഗ്രാഫ്. ഇതാരാ വായിക്കാൻ റെഡി ആയിട്ടിരിക്കണേ? ഓടിപ്പോയോ? രമ്യ, അലീന, രാഖി, ഹുസൈന, നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ വായിച്ചു. Balanced food or diet. The food which contains all required nutrients and has the essential calorie values is called balanced food. A balanced diet is very important for growing children. A balanced diet contains roughly 400 calories of proteins, 900 calories of fat, and 1700 calories of carbohydrates. While selecting food items, not only the calorie value but the nutritional value also should be taken into account, especially when it is meant for children because they require nutritious food for their proper growth. യെസ്, നമ്മളിവിടെ ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറയുന്നത് കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അല്ലാതെ ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമല്ല നമ്മളുടെ മുമ്പിൽ പ്രധാനം. കാരണം നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരുന്ന പ്രായമാണ്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം അവരിലേക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എത്തണം. ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഡയറ്റ് വേറെ ആയിരിക്കും, ഒരു കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഡയറ്റ് വേറെ ആയിരിക്കും.
പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു അമ്മയുടെ ഡയറ്റ് വേറെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഡയറ്റ് വേറെ ആയിരിക്കും. പക്ഷെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ഉള്ളതെല്ലാം ഇവർക്ക് എല്ലാവർക്കും തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഏജ്ഡ് ആയിട്ട് കഴിയുമ്പോഴേക്കും ഫൈബർ റിച്ച് കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ. ഡൈജഷൻ വയസ്സാവുന്നതോറും ഡൈജഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഫൈബർ കൂടുതൽ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷൻ സ്മൂത്ത് ആവും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ കുട്ടികളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കണ്ടോ ഇതൊക്കെ പഠിക്കണോ? യെസ്, പഠിക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടി വളരെ പെയിലാണ് അല്ലെങ്കിൽ ഗ്ലൂമിയാണ്, ഉറങ്ങണു, എപ്പോഴും ക്ഷീണം എന്ന് വെച്ചാൽ അത് അവന്റെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടായിരിക്കാം. അപ്പൊ അവന്റെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അവൻ വളരുന്ന സാഹചര്യം എല്ലാം നമുക്കൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും. അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഒരു നോൺ മീൽസ് പല സ്കൂളുകളിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിലേ ഉള്ളൂ, എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ട് നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടണം എന്ന് ഉറപ്പുവരുത്തുവാണ്. അംഗൻവാടികളിലൂടെയൊക്കെ പലപ്പോഴും പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുടെ വീടുകളിലേക്ക് പല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴും പല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ എത്താറുണ്ട് അല്ലെ. അപ്പം നമ്മുടെ മുന്നിൽ ആ കുട്ടികൾ വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, എന്താണ് കുട്ടികൾക്ക് എന്തെല്ലാം ന്യൂട്രിയൻസ് വേണം, കുട്ടികളിൽ അതിന്റെ ഡെഫിഷ്യൻസി മൂലം കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യം വൈറ്റമിൻസ് എല്ലാം ചെറിയൊരു പാരഗ്രാഫേ ഉള്ളൂ. പക്ഷെ ഓരോ വൈറ്റമിനും ഞാനത് കൂടുതലായിട്ട് പറയാൻ കാരണം നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞിന് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. സോ മോഡ്യൂൾ 1 യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ലാസ്റ്റ് യൂണിറ്റ് അശ്വതി മിസ് എടുക്കുന്നുണ്ട്. 8 യൂണിറ്റ് ആണ് നമുക്ക് മോഡ്യൂൾ 1 പാർട്ട് 1 അപ്പൊ നെക്സ്റ്റ് വൺ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കുറെ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് നോക്കുക. ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക. റെക്കോർഡ് എഴുതാൻ തുടങ്ങിയോ? മിസ് റെക്കോർഡ് എഴുതാൻ തുടങ്ങിയായിരുന്നു. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വന്നത്, നമുക്ക് ഈ ആക്ടിവിറ്റീസ് ക്ലാസ് റൂം ആപ്പിനകത്ത് തന്നിട്ടില്ലേ ക്ലാസ് വർക്കില്, അതിനകത്ത് ഇപ്പം മിസ് സബ്മിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സെറ്റ് ആക്ടിവിറ്റി മറ്റേ ഹെൽത്തിന്റെ ഒരു പാരഗ്രാഫ് 10 പേരോട് 10 ഇൻഡിവിജ്വൽസിനോട് ചോദിക്കുന്നതും പിന്നെ അതിൻ്റെ ടിപ്സും പിന്നെ ഹെൽത്തിന്റെ ചാർട്ടും അതെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളൂ അതിനകത്ത്. പക്ഷേ അത് നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരുന്നു പ്രശ്നം? അത് പിക്ചർ ഇട്ട് കൊടുക്കുമ്പം ഇപ്പൊ പറ്റില്ല, ട്രൈ അഗൈൻ എന്നാ കൊടുക്കുന്നത് കാണിക്കുന്നത്. ആണോ? അത് അവിടുത്തെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ഞാനത് പറഞ്ഞേക്കാട്ടോ. പിന്നീട് ആക്ടിവിറ്റീസ് എല്ലാം കോമൺ ആയിട്ട് ഒരു ഷീറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്തൊക്കെയാ വരുന്നതെന്ന്, ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഓരോന്നും ചെയ്ത് വെച്ച് സബ്മിറ്റ് ചെയ്യാൻ ഇതേപോലെ കൊടുക്കുമ്പോൾ മാത്രം അതിനകത്ത് കയറി പിക്ചർ അപ്ലോഡ് ചെയ്താൽ പോരെ? മതി. പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പ്രത്യേക ലിസ്റ്റ് തന്നത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ കയ്യിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ റെക്കോർഡ് ഒന്നും സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ. അത് കുറെ ഉണ്ടാവില്ലേ, അത് നമുക്ക് ലാസ്റ്റ് നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ എന്താ പറയാ എക്സാമിന്റെ മുമ്പോ ശേഷം ഒരു വൈവ സെഷൻ ഉണ്ട് നമുക്ക്. ആ സമയത്ത് ജസ്റ്റ് ഇതുപോലെ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചാൽ മതി. റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യരുത്. ടെസ്റ്റ് പേപ്പർ ഇപ്പൊ 2 യൂണിറ്റിന്റെ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ? അതെ. ഇനിയിപ്പോ 3rd നമ്മളുടെ ഇന്ന് കഴിഞ്ഞില്ലേ, നാളെ നിങ്ങൾക്ക് 3rd യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസ് നാളെ മോർണിംഗ് ഞാൻ കൊടുക്കും. അവര് അതിനനുസരിച്ച് ഇട്ടു. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ 4 ആണ്. യൂണിറ്റ് 4 ആണ്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. നമ്മൾ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസീസിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? വൈൻഡപ്പ് ചെയ്യാലോ. താങ്ക് യു മിസ്.